ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അന്വേഷണ സംഘം അടയാളപ്പെടുത്തിയ 13ാമത്തെ പോയിന്റിൽ ഇന്ന് പരിശോധന നടക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടയാളപ്പെടുത്തിയ പോയിന്റുകളിൽ പരിശോധന പൂർത്തിയാക്കി അന്വേഷണ സംഘം തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കും. സിജു കണ്ണൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം. നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. സിജു, ഗുഡ് മോർണിംഗ്. ഏതായാലും 13ാമത്തെ പോയിന്റിൽ കൂടി ഇന്ന് പരിശോധന നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം അടുത്ത നടപടികൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമല്ലേ? മനു, അന്വേഷണ സംഘം തുടർച്ചയായി ഇവിടെ പരിശോധന നടത്തുന്നത് 9ാം ദിവസമാണ്. 9ാം ദിവസത്തെ പരിശോധനയിൽ പ്രധാനമായും പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ അടയാളപ്പെടുത്തിയ 13ാമത്തെ പോയിന്റിലാണ്. 13ാമത്തെ പോയിന്റിലെ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ അടയാളപ്പെടുത്തിയ 13 പോയിന്റുകളും പരിശോധന പൂർത്തിയാക്കുകയാണ്. ഇതിൽ ഈ 13 പോയിന്റുകളിൽ പരിശോധന നടത്തിയതിൽ നിന്ന് 6ാമത്തെ പോയിന്റിൽ നിന്നും അതോടൊപ്പം തന്നെ 11ാമത്തെ പോയിന്റിന് തൊട്ടടുത്തുള്ള മറ്റൊരു സ്ഥലത്തു നിന്നുമാണ് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത്. ഇവിടെ നിന്നും 100ലേറെ അസ്ഥിഭാഗങ്ങളാണ് കണ്ടെത്തിയത്. അത് ഒന്നിലേറെ മനുഷ്യരുടെ അസ്ഥിഭാഗമാണെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ 11ാമത്തെ പോയിന്റിന്റെ തൊട്ടടുത്ത് നിന്ന് സാക്ഷി അറിയിച്ചതിനനുസരിച്ച് കുറച്ചുകൂടി അല്പം ദൂരത്തേക്ക് മാറി നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത്. ഇവിടെ നിന്ന് അധികം പഴക്കമില്ലാത്തൊരു അസ്ഥിഭാഗം കണ്ടെത്തി. നേരത്തെ 6ാം നമ്പർ പോയിന്റിൽ നിന്ന് കണ്ടെത്തിയത് വളരെ പഴക്കമുള്ള അസ്ഥിഭാഗമാണ്. അതോടൊപ്പം തന്നെ ഈ 11ാം ഭാഗത്തിനടുത്ത് കണ്ടെത്തിയ അസ്ഥിഭാഗം കണ്ടെത്തിയ സ്ഥലത്തെ പ്രത്യേകം അളന്ന് വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് 11A എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സമാനമായ നിലയിൽ ഈ അടയാളപ്പെടുത്തിയ സ്ഥലത്തിന് തൊട്ട് അടുത്ത് മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥിഭാഗങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിനെ 11A 11B ഈ തരത്തിൽ മാർക്ക് ചെയ്യാനാണ് അന്വേഷണ സംഘം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 11Aയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങളെല്ലാം തന്നെ 3 ബക്കറ്റുകൾ, 2 PVC പൈപ്പുകൾ എന്നിവയിലാക്കിയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെ ഈ 2 പോയിന്റുകളിൽ നിന്നായി ലഭിച്ച അസ്ഥിഭാഗങ്ങളെല്ലാം തന്നെ ബംഗളൂരുവിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. FSL ലാബിൽ ഇതിന്റെ പരിശോധനകൾ നടന്നു വരികയാണ്. പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അതിന്റെ ഫലം ഒരു 2 ആഴ്ചക്കകം ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുന്നില്ലേ സിജു? ഇത് ആരുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുമോ? കാരണം ഒരുപാട് ആളുകളെ അവിടെ മരണപ്പെട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നായിരുന്നല്ലോ വെളിപ്പെടുത്തലുകൾ വന്നത്. ഇത് ആരുടെ ശരീരാവശിഷ്ടങ്ങളാണ് കിട്ടിയത് എന്നറിയാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു പ്രതിസന്ധി അന്വേഷണ സംഘത്തിന്റെ മുന്നിലില്ലേ? തീർച്ചയായും അത്തരമൊരു കാര്യം വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നിലവിൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയതല്ലാതെ അതും ഒന്നിലേറെ മനുഷ്യരുടെ അസ്ഥിഭാഗം എന്ന് ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ വ്യത്യാസമുള്ള കാലപ്പഴക്കം വ്യത്യാസമുള്ള നിരവധി വ്യക്തികളുടെ അസ്ഥിഭാഗം കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ആരുടേത് എന്ന് കണ്ടെത്തുക ഏറെ ശ്രമകരമായിരിക്കും. കാരണം വിവരാവകാശ പ്രവർത്തകനും അതോടൊപ്പം സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ ജയന്ത് നൽകിയ ഒരു വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയിരുന്നു. ഈ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ 2000 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിനിടയിലുള്ള ദുരൂഹമരണങ്ങൾ അതോടൊപ്പം തന്നെ കാണാതാവലുകൾ ഉൾപ്പെടെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ധർമ്മസ്ഥല പോലീസ് നശിപ്പിച്ചിരിക്കുന്നു. ഒരു രേഖകളും ഇപ്പോൾ ലഭ്യമല്ല എന്നൊരു വിവരം കൂടി ധർമ്മസ്ഥല പോലീസ് നൽകിയിട്ടുണ്ട്. കാരണം ആ സമയത്ത് അത് സർക്കാർ കാലഹരണപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് രേഖകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കേസുകളുടെ 486 കേസുകളുടെ രേഖകളാണ് ഇപ്പോൾ എവിടെയുമില്ലാത്ത നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എങ്ങനെ അന്വേഷണ സംഘം സ്വീകരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഈ 13ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തി പൂർത്തിയാക്കിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി ബന്ധപ്പെട്ട യോഗം അന്വേഷണ സംഘം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മനു.